കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും പരിഹാരം കാണാത്തതിനാൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് മലപ്പുറം കൊണ്ടോട്ടിയിലെ മൂച്ചിക്കുണ്ട് കോളനിവാസികൾ. കാലങ്ങളായുള്ള തങ്ങളുടെ ആവശ്യത്തിന് പരിഹാരം കാണാത്ത സാഹചര്യത്തിൽ ഇത്തവണ വോട്ട് ബഹിഷ്കരിക്കാനാണ് കോളനിക്കാരുടെ തീരുമാനം. കോളനിക്കാരോടൊപ്പം നമ്മുടെ പ്രതിനിധി അഷ്കർ അലി കരിമ്പ തയ്യാറാണ്. അഷ്കർ അലി, കുടിവെള്ളം അത് എല്ലായിടങ്ങളിലും ഈ വേനൽക്കാലത്ത് ആളുകൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ ആ കോളനിയിലേക്ക് എത്തുമ്പോൾ അവർ കുടിവെള്ളം കിട്ടാക്കനിയായി മാറുന്ന ഒരു സാഹചര്യം, അതിന്റെ ദുരിതമൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുകയാണോ? എന്തുകൊണ്ടാണ് ഇവരുടെ പ്രശ്നത്തിൽ ഇതുവരെ ഒരു ഇടപെടൽ ഉണ്ടാകാത്തത്? സുജ, കൊണ്ടോട്ടി നഗരസഭയിലെ നെടിയിരുപ്പ് ഭാഗത്താണ് ഈ മൂച്ചിക്കൊണ്ട് കോളനി നിൽക്കുന്നത്. കുറച്ച് മലമ്പ്രദേശമാണ്, കുറച്ച് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്. ഇവിടുത്തെ ജനങ്ങൾ കാലങ്ങളായി ഏകദേശം 6 പതിറ്റാണ്ടിലധികമായി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. 60 വർഷത്തോളമായി ഇവിടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ കുടിവെള്ളത്തിന് വേണ്ടി അധികാരികളെ കാണുന്നു, രാഷ്ട്രീയക്കാരെ കാണുന്നു, നേതാക്കളെ കാണുന്നു. ഇങ്ങനെ കയറി ഇറങ്ങി ഇവർ നടക്കാൻ തുടങ്ങിയിട്ട് 6 പതിറ്റാണ്ട് പിന്നിട്ട്. പക്ഷേ പല ജലപദ്ധതികളും കുടിവെള്ള പദ്ധതികളും ഒക്കെ തന്നെ കൊണ്ടോട്ടി നഗരസഭയും മറ്റും നടപ്പിലാക്കിയെങ്കിൽ പോലും ഇന്നും ഈ മൂച്ചിക്കുണ്ടി കോളനിക്കാർക്ക് കുടിവെള്ളമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ കടുത്ത നിലപാടിലേക്ക് പോകുന്നു. ഇനി മുതൽ തങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നത് വരെ എല്ലാ ഇലക്ഷനുകളും തെരഞ്ഞെടുപ്പുകളും ഒക്കെ തന്നെ ബഹിഷ്കരിക്കാനാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളിവിടെ എത്തുന്നത് അറിഞ്ഞ് ഒരുപാട് ആളുകൾ, വീട്ടമ്മമാരും കുടുംബങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 100-ലധികം വരുന്ന കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ആ ഒരു സാഹചര്യം. ഇവിടെ അമ്മമാരെ ചോദിച്ചു നോക്കാം, എന്താണ് അമ്മ ഇവിടുത്തെ ഒരു സാഹചര്യം? എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളമില്ല. ഇത് കുറേ ആയി. നമ്മളിപ്പോൾ കുറേ ചെറുപ്പം മുതലേ ഇവിടെ എല്ലാവരും വെള്ളമില്ല. ഇപ്പോൾ ഒക്കെ ആദ്യമൊക്കെ തോട്ടിൽ നിന്നൊക്കെ കെട്ടിപ്പേറി അങ്ങനെയൊക്കെ കൊണ്ടുവരലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലിപ്പോൾ വണ്ടിക്ക് അടിക്കുന്നുണ്ട്, എന്നാലും വെള്ളമില്ല. ഞങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മക്കൾക്കൊക്കെ വേണ്ടേ. അപ്പം അതിൻ്റെ ഒരു ഇത് ഞങ്ങൾക്ക് ഇനി വെള്ളം കിട്ടിയെങ്കിൽ മാത്രമേ ഇലക്ഷന് നിൽക്കുള്ളൂ. അത് ഉറപ്പിക്കും. അതേപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ നമുക്ക് വെള്ളം വേണം. ഏത് മലൻ്റെ മുകൾക്ക് വെള്ളം കയറുന്നുണ്ട്. ഞങ്ങൾ ഈ മൂച്ചുകൊണ്ട് കോളനിക്ക് വെള്ളമില്ല. ആ ചുരത്തിൻ്റെ മുകൾക്ക് വെള്ളം കയറുന്നില്ലേ? ഇവർക്ക് വെള്ളം കയറുന്നില്ല. അതെന്താ? ഇവിടെ ഉള്ളവർക്ക് വെള്ളം വേണ്ട. ഇവർക്ക് ബോട്ട് വേണം. ബോട്ടിന് വലി വരും. അപ്പോൾ ഒരു 4 ദിവസം വെള്ളം കൊണ്ടുവന്ന് തരും. ആ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് വെള്ളം കുടിക്കണ്ടേ? കുഞ്ഞിനും കുട്ടികൾക്കും വേണ്ടേ? ഞങ്ങളെ കാലം കഴിഞ്ഞ് ഞങ്ങളെ മക്കൾക്ക് വെള്ളം വേണ്ടേ? അതെന്താ? വെള്ളം ഇല്ലാതെ എങ്ങനെ ജീവിക്കും? അരി വറുത്തുന്നാൻ കഴിയുമോ? അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാ കഴിയുന്നത്. എന്നടിക്കൽ തുടങ്ങിയത് വെള്ളം? ചോദിക്കുമ്പോൾ അധികാരികളൊക്കെ എന്താണ് പറഞ്ഞത്? ഇപ്പൊ സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങൾ കാണാൻ വരും. സ്ഥാനാർത്ഥികൾ കാണുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ വെള്ളം ശരിയാവും എന്ന് അറിയും. ഇവിടെ പൈപ്പ് ഇട്ടാണ്. പൈപ്പിൽ വെള്ളം വന്ന് ഉദ്ഘാടനം കഴിഞ്ഞു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, വെള്ളം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓരോ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കാണിച്ചു. ഞാൻ പൈപ്പ് ഇട്ട സ്ഥലത്താണ് നിൽക്കണ. പിന്നെ ഇവിടെ വെള്ളം കിട്ടണ ഉദ്ഘാടനം കഴിഞ്ഞത് ചോദിച്ച് അങ്ങാടിന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വെള്ളം വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഇപ്പം ഈ പണമൊക്കെ ചെലവാക്കിയിട്ട് നടക്കും? പൈസ കൊടുത്ത് വെള്ളം അടിച്ചിട്ട് ആ വെള്ളം കുറേച്ചെടുത്ത് കഴിക്കാണ്. അല്ലാതെ ഞങ്ങൾക്ക് അടിക്കാൻ കഴിയോ? പണിയുണ്ടോ? അരി വാങ്ങണം, കുട്ടികളെ പോറ്റണ്ടേ? എങ്ങനെ കഴിയും വെള്ളം കിട്ടാതെ? ഈ അവസ്ഥ തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഇവർക്ക് തൊഴിലിന് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ളതാണ്. പലപ്പോഴും ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം മൂലം തൊഴിലിന് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിൽക്കുന്നു. മാത്രമല്ല അവരുടെ വരുമാനത്തിന്റെ വലിയൊരു തുകയും ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ട ഒരു അവസ്ഥ. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ജീവിതത്തേക്ക് ഇത് ബാധിക്കുന്നത്? ഇവിടെ ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കോളനി ഞങ്ങളെ കോളനിയാണ്. നെടിയിരുപ്പ് പട്ടികജാതി കോളനി അതിന് പറയാം. ഇതിൻ്റെ പ്രത്യേക ഏരിയയാണ് ഈ മൂച്ചിക്കുണ്ട്. ഇവിടെ 100-ൽ പരം കുടുംബങ്ങളിലായിക്കൊണ്ട് 600-ൽ പരം ആളുകൾ ജീവിക്കുന്നുണ്ട്. ഈ ആളുകളൊക്കെ നിർമ്മാണ മേഖല പണിയെടുക്കുന്ന ആളുകളാണ്. നിർമ്മാണ മേഖലയാണ് കരിങ്കല്ലാണ് ഞങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പല സമയങ്ങളിലും ഖനനം നിർത്തിവെക്കുമ്പോൾ ഞങ്ങളാകെ പട്ടിണിയില്ല. ഈ സാഹചര്യത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ കുടിവെള്ളമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാന പ്രശ്നം. ഈ ഏരിയയിൽ പാറ ഉള്ളത് കൊണ്ട് ഒരു സാധാരണ കിണർ അടിക്കാൻ ഇവിടെ കഴിയില്ല. പാറ വിഘാതമായിരിക്കുന്നു. അതുപോലെ ഒരു ബോർവെൽ അടിക്കാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. പണിയും കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഉള്ള പണം കൊടുത്ത് പുറമേ നിന്ന് 1500 ലിറ്റർ വെള്ളം 1000-1200 രൂപ കൊടുത്തിട്ട് വീട്ടിലെത്തിക്കാം. ഈ സാഹചര്യം ഞങ്ങൾ മുമ്പിലുള്ളത്. ഈ പ്രദേശം ഉൾപ്പെടെ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി പഞ്ചായത്ത് തലത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഡാനിഡ പദ്ധതി, വേൾഡ് ബാങ്ക് പദ്ധതി, ചിക്കുടി കുടിവെള്ള പദ്ധതി, ചെർലക്കുടി ജലസ്രോതസ്, ജലധാര, ജലനിധി തുടങ്ങി ഒരുപാട് പദ്ധതികൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നെടിയിരുപ്പിലെ പല ഭാഗങ്ങളും വിജയിച്ചിട്ടുമുണ്ട്. പക്ഷെ മൂച്ചിക്കുട്ടിയുടെ ഭാഗത്ത് ഇതെല്ലാം ഒന്നും തൊടാതെ നിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പം അവസാനമായിട്ട് ഒരു 8 വർഷമായിട്ട് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി വന്നു. നെടിയിരുപ്പും കൊണ്ടോട്ടി കൂടി പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഒരു മുനിസിപ്പാലിറ്റി വന്നപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ഗഡ്ഫിയിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് 109 കോടി രൂപ മുനിസിപ്പാലിറ്റി ഏൽപ്പിച്ചു.
മുനിസിപ്പാലിറ്റി ഈ 150 കോടി രൂപയുടെ വലിയ പദ്ധതിയെ നിരവധി ചെറിയ പദ്ധതികളാക്കി മാറ്റി, 1-ാം ഘട്ടം 2-ാം ഘട്ടം ആ രീതിയിലാക്കി മാറ്റി. ഇതിൽ 5-ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ. 5-ാം ഘട്ടത്തിൽ ഞങ്ങൾ NH കോളനി, ചെരിപ്പടിയ, കോതോളിയ, വളയങ്കൺ എന്ന് പറഞ്ഞ 5 ഏരിയകളുണ്ട്. ഇതിൽ ഈ പദ്ധതിക്ക് മാത്രം 119 കോടി രൂപ ഫസ്റ്റ് വെച്ചു, പിന്നെ ഒരു കോടി മേടിച്ച് 20 കോടി രൂപ ഈ പദ്ധതിക്ക് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ടെൻഡറിനെ വെക്കുമ്പോൾ ഈ ടെൻഡർ എടുക്കാൻ മാത്രം ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവഗണിക്കുകയാണ്. ബാക്കിയുള്ള പദ്ധതികൾക്ക് എടുക്കാൻ ആളുണ്ട്, ഞങ്ങൾക്ക് മാത്രം അവഗണന. അപ്പോൾ ഈ രീതിയിൽ ഒരു അവഗണന ഏൽക്കുന്ന ആളുകളായിട്ട് ഞങ്ങൾ മാറുക. പഴയ കാലങ്ങളിൽ ഞങ്ങൾ പൂർവികന്മാരാണ് ഇവിടെ അടിമപ്പണി എടുത്തുന്ന ആളുകൾ. ഇന്ന് അടിമത്തമില്ല എങ്കിലും അടിമത്തം വാക്കുകളിൽ നിന്ന് മാത്രം പോയിട്ടുള്ളൂ. ഞങ്ങൾ നേരെ ഇപ്പോഴത് നിലനിൽക്കുന്നുണ്ട് എന്ന ഈ അവസ്ഥ കണ്ട് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ട്. ഇതിനെതിരെ ഇനി ഞങ്ങൾക്ക് എന്ന് വെള്ളം കിട്ടുന്നുവോ അതുവരെ ഞങ്ങൾ ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടായ്മയുടെ പേരിൽ എല്ലാ ഇലക്ഷനുകളും ബഹിഷ്കരിച്ചുകൊണ്ട് എന്ന് കുടിവെള്ളം കിട്ടുന്നുവോ അതുവരെ അനിശ്ചിതകാല സമരത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. സുജാവർ പറയുന്ന പോലെ തന്നെ അത്യധികം ഗൗരവമായ, അതിനോടൊപ്പം തന്നെ ദയനീയമായ ഒരു സാഹചര്യം തന്നെ പറയേണ്ടി വരും. കാരണം ഓരോ ദിവസങ്ങൾ ഇടപെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ സാമ്പത്തികം ചെലവാക്കിക്കൊണ്ട് വീടുകളിലേക്ക് വെള്ളം കൊണ്ടുവരിക. എന്നിട്ട് വലിയ കുടുംബങ്ങളടങ്ങുന്ന വീടുകളാണെങ്കിൽ അവർക്ക് 1-2 ദിവസത്തിന് മാത്രമാണ് വെള്ളം തികയുക. സ്വാഭാവികമായും അവരുടെ ജീവിതത്തിനെ തന്നെ സ്വാഭാവികമായും ബാധിക്കുന്നു. മാത്രമല്ല ഇവിടെയുള്ള ഈ 100 കുടുംബവും എല്ലാവരും തന്നെ തൊഴിലാളികളാണ്, കൂലി തൊഴിലാളികൾ. അവർ തുച്ഛമായ വരുമാനം മുഴുവൻ ഈ കുടിവെള്ളത്തിന് വേണ്ടി ചെലവാക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ജീവിത ഭദ്രത തന്നെ താളം തെറ്റുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരുപാട് സ്ത്രീകളും ചെറുപ്പക്കാരും ഒക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഇവരുടെ അവസ്ഥ കാണുന്നതിന് വേണ്ടി നമ്മൾ എത്തുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താണ് നിങ്ങളൊക്കെ വെള്ളം ചെലവാക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ചെലവാക്കാൻ കഴിയും? ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് ഇന്നലെ മുതൽ സംഭരണി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ 8 ദിവസമായിട്ടില്ല വെള്ളം അടിച്ചിട്ട് തീർന്നു. ഒന്നും കുളിച്ചിട്ട് ഇതുവരെയായിട്ട് കുളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ വെള്ളം അടിക്കുന്ന ആളുണ്ട്, ദാസൻ എന്ന് പറഞ്ഞാൽ അയാളെ കാത്ത് നിൽക്കാൻ ഞാൻ റോട്ടുമ്പോൾ കയറി വന്നാൽ ഒരു പാത്രം കൊണ്ടു തരാൻ ഞാൻ കുളിക്കണ്ടേ. മനസ്സിലായി രാത്രി ചൂടും പോയെടുത്ത് വീടും കടക്കാനും ഉറക്കാനും കഴിയാത്ത. അപ്പോൾ കൈയും കാലും കഴിയട്ടെ തുറന്നപ്പോൾ വെള്ളമില്ല. അപ്പോൾ അതേപോലെ മാറ്റിന് പോകുന്ന ഞാൻ എന്തേന് ഇന്ന് കുടിക്കാൻ കുട്ടികളൊക്കെ എങ്ങനെയാണ് അതന്നെ ഇപ്പോൾ ചെയ്യുന്നത്. അയാളെ കാത്ത് വരാഞ്ഞ പറ്റില്ലെന്ന്. ഞങ്ങൾക്ക് വെള്ളം വേണ്ടേ. ഇന്നിപ്പോൾ കുളിച്ചിട്ടില്ല, കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ തുള്ളി വെള്ളമില്ല. പിന്നെ അതിന് ഉച്ചക്കത്തെ ഭക്ഷണം അങ്ങനെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ ഉള്ള ഞാൻ വെച്ചിരുന്നു. പക്ഷേ ചോറും കറി പോലെ അതിന് വെള്ളം വേണ്ടേ. അപ്പം ഇന്ന് ദാസം ദാസം വന്നിട്ട് വിളിക്കണം. വന്നില്ല രാത്രിയും കൊണ്ടു തരും. രാത്രി 12-1 മണിയായാലും ദാസം എന്ന് പറഞ്ഞാൽ എത്തിച്ചേരും ഞങ്ങൾക്ക്. പിന്നെ അയാൾ കാണണം. അതാ വീട്ടിലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും വെള്ളം കൊണ്ടുവരുന്ന വണ്ടിക്കാരനെ കാത്തു നിൽക്കേണ്ട ദയനീയ അവസ്ഥ. അത്രയും ദയനീയമായൊരു സാഹചര്യത്തിലൂടെ ഇവിടുത്തെ വീട്ടുകാർ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഭക്ഷണത്തിന് നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനോടൊപ്പം കുടിക്കാനുള്ള വെള്ളത്തിന് അതിന് വണ്ടിക്കാരൻ വന്നാൽ മാത്രമേ ലഭിക്കുള്ളൂ. അവർ ഏത് സമയത്ത് വന്നാലും അത് ഉപയോഗിച്ച് വേണം തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അത്രത്തോളം ഒരു ദയനീയ സാഹചര്യത്തിലേക്ക് കോളനിക്കാർ എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ 6 പതിറ്റാണ്ടായും ഇത്തരം ഒരു ആവശ്യം ഇതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള പല പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ പോലും അതൊന്നും ഇവരുടെ പ്രശ്ന പരിഹാരത്തിന് ഒതുങ്ങുന്നില്ല, അല്ലെങ്കിൽ അത് പദ്ധതി നടപ്പിൽ വരുത്തുന്നില്ല എന്നതാണ്. പലപ്പോഴും കോടികൾ ചെലവാക്കിയുള്ള പദ്ധതികൾ നടത്തിയിട്ട് പോലും ഈ ഉയർന്ന മലപ്രദേശമാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായി വെള്ളം എത്തിക്കുന്നതിൽ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് കുടിവെള്ളം വേണമെന്നാണ് പറയുന്നത്. ഇക്കാര്യം നമുക്ക് അധികൃതരുടെ മുന്നിലേക്ക് വെക്കാം. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് അഷ്കർ അലി കരിമ്പ കൊണ്ടുവന്ന ഈ വിവരം അത് അധികൃതർ ശ്രദ്ധിക്കും എന്ന് തന്നെ കരുതുന്നു. കാരണം അവർ വെള്ളമാണ് വോട്ടിന് പകരം ചോദിക്കുന്നത്, പണമല്ല, മറ്റാനുകൂല്യങ്ങളല്ല. അത്യാവശ്യമുള്ള കുടിവെള്ളത്തിനുള്ള ഒരു വഴി അത് ഒരുക്കി കൊടുക്കേണ്ടവർ അത് ഒരുക്കി കൊടുക്കാതെ അത് അവഗണിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളം തരൂ എന്നാൽ വോട്ട് തരാമെന്ന് ഗതികേട് അവർക്ക് ഉണ്ടാകുന്നത്. അതിനൊരു മറുപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ തുടരുകയാണ് നമ്മുടെ വാർത്തായാത്ര.